ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്സ് ക്ലാസ് 8 ക്വസ്റ്റ്യൻ പേപ്പറാണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് സെക്ഷൻ ഹാസ് 4 ക്വസ്റ്റ്യൻസ് ഓഫ് സ്കോർ 1 ഈച്ച്. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് 4 ഉള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ 8.5 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 64 പ്ലസ് ഡാഷ് പ്ലസ് 0.35 ആണ്. ആദ്യം തന്നെ നമുക്ക് ഈ 8.5 ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 8 പ്ലസ് 0.5 ഹോൾ സ്ക്വയർ എന്നാക്കാം. ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമുലയിലാകും. ഇപ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, ആ ഒരു ഫോർമുലയിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ 8 സ്ക്വയർ എന്ന് പറയുമ്പോൾ 64 പ്ലസ് 8 ഇൻറ്റു 0.5 പ്ലസ് 0.5 ഇൻറ്റു 8, അതായത് 2 ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ള ആ ഒരു മെത്തേഡ് തന്നെയാണ്. പ്ലസ് 0.25, അത് ബി സ്ക്വയർ. 64 പ്ലസ് 4 പ്ലസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 പ്ലസ് 0.25, അത് 8 ആണ്. അപ്പോൾ നടുക്ക് വരുന്ന നമ്പർ 8 ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ്, വിച്ച് 3 measures of a triangle being equal to the same measure of another triangle make the remaining 3 measures also equal. ഏതെങ്കിലും 3 സൈഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഏതോ ഒരു 3 മെഷർമെൻറ്റ് നമുക്ക് കിട്ടിയാൽ അടുത്ത 3 മെഷർമെൻറ്റ് ഈക്വൽ ആയിരിക്കുന്നത് ഏത് ടൈപ്പിലാണെന്ന്. ആൻസർ ഫസ്റ്റ് വൺ ആണ്, 3 സൈഡ്സ് ആണ്. കാരണം 3 സൈഡുകൾ ഒരു ട്രയാങ്കിളുടെ 3 സൈഡുകളും വേറൊരു ട്രയാങ്കിളുടെ 3 സൈഡുകളുമായിട്ട് ഈക്വൽ ആണെന്ന് പറയാനാണെങ്കിൽ അത് രണ്ടും കോൺഗ്രൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ താഴെയുള്ള 3 ഓപ്ഷൻസും സെയിം ആണെന്ന് തോന്നിക്കും. കാരണം ഇതെല്ലാം കോൺഗ്രൻസിയുടെ ഓപ്ഷൻസ് ആണ്. SSSും SAAയും AASും AAAയും ആ 3 എണ്ണമാണ് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് 2 സൈഡും 3 സൈഡും സിമിലർ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് സൈഡുകൾ സെയിം ആകണമെങ്കിൽ SSS ആണ് ആയിരിക്കേണ്ടത്. അതുകൊണ്ടാണ് ആദ്യത്തെ ആൻസർ കറക്റ്റ്. Read the 2 statements below. Statement A, the sum of inner angles of a pentagon is 540 degree. The sum of inner angles of a triangle is 180 degree. ഇപ്പോൾ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ റീസൺ ആൻഡ് അസേർഷൻ പോലെയാണിത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അത് ശരിയാണോ തെറ്റാണോ നമ്മൾ പറയുക. അതിനകത്ത് ഓപ്ഷൻസ് ഉള്ളത് A is true, B is false, A is false, B is true, both are true, B is the reason for A. അപ്പോൾ നമുക്ക് ആ ബി ഈസ് ദ റീസൺ ഫോർ, തേർഡ് ആൻസർ ആണ് കറക്റ്റ്. ബോത്ത് ആർ ട്രൂ, ബി ഈസ് ദ റീസൺ ഫോർ എ. ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിളിൻ്റെ ഫോർമുലയാണ് n-2 ഇൻറ്റു 180. എത്രയാണ് സൈഡ് മൈനസ് 2 ഇൻറ്റു 180 ആണ് ഇൻറ്റീരിയർ ആംഗിളിൻ്റെ ഫോർമുല. അപ്പോൾ അത് നമുക്ക് എത്ര കിട്ടുന്നത്? 60 ഡിഗ്രി ആയിരിക്കും കിട്ടുക. 3 ആംഗിളല്ലേ വരുന്നത്. രണ്ടാമത്തേനത് പെൻറ്റഗണ് നമുക്ക് 540 ആണ് നമുക്ക് ഇൻറ്റീരിയർ ആംഗിൾ തന്നിട്ടുള്ളത്. ഈ 540 ഡിഗ്രി ഉള്ള ഇൻറ്റീരിയർ ആംഗിളിനെ നമുക്ക് എന്താക്കി മാറ്റാം? 3 ട്രയാങ്കിളാക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻറ്റീരിയർ ആംഗിൾ വിൽ ബി ഈക്വൽ ടു 180 ഡിഗ്രി. പിന്നെ അത് 5 മൈനസ് 2 ഇസ് ഈക്വൽ ഇൻറ്റു 180 ഇസ് ഈക്വൽ ടു 5 മൈനസ് 2 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 180 എന്ന് പറഞ്ഞാൽ 540 ആണ് നമുക്ക് കിട്ടുക. 2 തവണ എഴുതിയിട്ടുണ്ട്. 540 ഡിഗ്രിയാണ് നമുക്ക് കിട്ടുക. ട്രയാങ്കിളിൻ്റെ ഫോർമുല സെയിം തന്നെ, n-2 ഇൻറ്റു 180. പെൻറ്റഗണ്ടത് 5 മൈനസ് 2 ഇൻറ്റു 180 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 180 540 ഡിഗ്രി കിട്ടും. Both are true, B is the reason for A. Read the statements below. All the squares of odd numbers are odd number. Perfect square divided by 3 leaves remainder 2. ഓൾ ദ സം ഓഫ് ഓഡ് നമ്പേഴ്സ് ആർ ഓഡ് നമ്പർ. അത് നമുക്കൊന്ന് നോക്കാം. ഒരു ഓഡ് നമ്പറിൻ്റെ സമ്മ് സ്ക്വയർ ഓഡ് നമ്പർ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഓഡ് നമ്പർ 3 ഓഡ് നമ്പറാണ്. 3യുടെ സ്ക്വയർ 9, അത് ഓഡ് നമ്പറാണ്. 5 ഓഡ് നമ്പറാണ്. 5യുടെ സ്ക്വയർ 25, 2 ഓഡ് നമ്പേഴ്സാണ്. ഇനി നെക്സ്റ്റ് ഓഡ് നമ്പർ പറഞ്ഞാൽ 7ൻ്റെ ഓഡ് സ്ക്വയർ 49. അപ്പോൾ അത് ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ ഓഡ് നമ്പർ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പെർഫെക്റ്റ് സ്ക്വയർ ഡിവൈഡ് ബൈ 3 ലീവ്സ് റിമൈൻഡർ 2. ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഒരു പെർഫെക്റ്റ് സ്ക്വയർ 2യുടെ സ്ക്വയർ 4 ആണ്. 4ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 1 ആണ് ആൻസർ കിട്ടുക. 2 നമുക്ക് റിമൈൻഡർ കിട്ടില്ല. ഇനി 3 അടുത്ത നമ്പർ നമുക്ക് 3 എടുക്കാം. 3യുടെ പെർഫെക്റ്റ് സ്ക്വയർ 9 ആണ്. 9ൽ നിന്ന് 3 ഡിവൈഡ് ചെയ്ത് 9 കൊണ്ട് 3 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ കിട്ടുന്നത് 0 ആണ്. റിമൈൻഡർ ഒന്നും കിട്ടില്ല. ഫുൾ
ഡിവിസിബിൾ ആണ്. ഇനി 4 എടുത്താൽ 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 4 16. 16നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം 3 കൊണ്ട്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? റിമൈൻഡർ 1 ആണ് കിട്ടുക. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സ്ക്വയർ ഓഫ് ഓഡ് നമ്പർ ഡിവൈഡഡ് ബൈ 4 ലീവ്സ് റിമൈൻഡർ 1. ഇനി ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ എടുത്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 റിമൈൻഡർ കിട്ടുമെന്നാണ് പറയുന്നത്. ഓഡ് നമ്പർ എടുക്കാം. 3 ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ 3യുടെ സ്ക്വയർ 9. 9നെ ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക? 1 കിട്ടും. അത് കറക്റ്റാണ്. ഇനി 5 ഒരു ഓഡ് നമ്പറാണ്. ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ 25 കിട്ടി. 25നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടുക? 1 കിട്ടും. റിമൈൻഡർ 1 കിട്ടും. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ തേർഡ് തന്നിരിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. പെർഫെക്റ്റ് സ്ക്വയർ ഡിവൈഡ് ബൈ 4 ലീവ്സ് റിമൈൻഡർ 2 ഓർ 0. ഇനി പെർഫെക്റ്റ് സ്ക്വയർ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2യുടെ സ്ക്വയർ 4 ആണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടി. ഇനി 3 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലോ. അപ്പോൾ 3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 ആണ് റിമൈൻഡർ കിട്ടുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് 5 നോക്കാം. 5യുടെ സ്ക്വയർ 25 ആണ്. 25നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് റിമൈൻഡർ കിട്ടുക. 0യും കിട്ടില്ല, 2വും കിട്ടില്ല. അപ്പോൾ അത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? 1ഉം 3യും ആണ് കറക്റ്റ് ആൻസേഴ്സ്. ഇനി ബി സെക്ഷനകത്ത് ഈച്ച് സെക്ഷൻ ആസ് 4 ക്വസ്റ്റ്യൻസ് ഓഫ് സ്കോർ 2. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തുള്ളത്. ഒരു ക്വസ്റ്റ്യനിൽ ഒരു സെക്ഷനിൽ 2 ക്വസ്റ്റ്യൻ വീതം ഉണ്ടാവും. എ റെഗുലർ പോളിഗൺ ഹാസ് 10 സൈഡ്സ്. ഹൗ മച്ച് ഈസ് ദ ഔട്ടർ ആംഗിൾ ഓഫ് ദിസ് പോളിഗൺ? ഒരു റെഗുലർ പോളിഗൺ 10 സൈഡുള്ള റെഗുലർ പോളിഗൺ ആണ്. റെഗുലർ പോളിഗണിൻ്റെ ഔട്ടർ ആംഗിൾ എത്ര ആയിരിക്കും എന്ന് ചോദിച്ചിട്ടുള്ളത്. എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു, അതായത് ഔട്ടർ ആംഗിൾ 360 ഡിഗ്രി ബൈ 10 ആണ്. നമ്പർ ഓഫ് സൈഡ്സ് ഒന്ന് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ 36 ഡിഗ്രി ആണ് ഔട്ടർ ആംഗിൾ വരിക. ഔട്ടർ ആംഗിൾ ഇസ് ഈക്വൽ 36 ഡിഗ്രി. ഇനി ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഹൗ മച്ച് ഈസ് ഇന്നർ ആംഗിൾ? ഇന്നർ ആംഗിൾ ഇസ് ഈക്വൽ ടു 180 മൈനസ് 36. 180 നിന്ന് ഈ ഔട്ടർ ആംഗിളിനെ കുറക്കുക. 180 മൈനസ് ഔട്ടർ ആംഗിൾ, ദാറ്റ് ഇസ് ഈക്വൽ ടു 144 ആണ് ആൻസർ വരിക. 144 ഡിഗ്രി. ഇനി സെക്കൻഡ് ആറാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ക്വാഡ്രിലാറ്ററൽ ഷോൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് above the diagonal are equal to the left and right side of the diagonal below. Calculate all the quadrilateral. എല്ലാ സൈഡുകളും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ബൈസെക്ടറാണ് ഈ നടുക്ക് കൂടി പോയിരുന്ന ഡയഗണൽ അല്ലേ. ഡയഗണൽ ഈ ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു സൈഡ് 40 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും 40 ആയിരിക്കും. ഇപ്പുറത്തെ സൈഡ് 30 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും 30 തന്നെ ആയിരിക്കും. അപ്പോൾ ടോട്ടൽ നമുക്ക് ഈ ഒരു സൈഡ് 80 കിട്ടും. അപ്പുറത്തെ സി എന്ന് പറഞ്ഞ സൈഡ് ആംഗിൾ നമുക്ക് എത്ര കിട്ടും? 30 + 30 ആംഗിൾ സി നമുക്ക് കിട്ടുന്നത് 60 ആണ് കിട്ടുക. ഇനി ഈ ഒരു മേളത്തെ ട്രയാങ്കിൾ ABC എടുക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ മെഷർമെൻറ്റ് 180 ഡിഗ്രിയാണ്. 180 മൈനസ് 40 + 30 ഈസ് ഈക്വൽ ടു 110 ആണ് ആൻസർ. ബി ആംഗിൾ ബി എത്രയാണ്? 110. ആംഗിൾ ഡി കാണാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ 180 മൈനസ് 40 + 30, അപ്പോൾ 110 കിട്ടും. അപ്പോൾ അടുത്ത ആംഗിളിൻ്റെ മെഷർമെൻറ്റും 110 ഡിഗ്രിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 7. വൺ ആംഗിൾ ഓഫ് an isosceles triangle is 80 ഡിഗ്രി. വാട്ട് ക്യാൻ ബി ദ അതർ 2 സൈഡ്? അപ്പോൾ ഒരു ആംഗിൾ നമുക്ക് 80 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള 2 സൈഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ 2 സൈഡ് ഈക്വൽ ആയിരിക്കും, 2 ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഏതെങ്കിലും 2 ആംഗിൾ ഈക്വലും മൂന്നാമത്തെ ആംഗിൾ ഡിഫറൻറ്റും ആയിരിക്കും. അപ്പോൾ ഒരു സൈഡ് 80 ഡിഗ്രി തന്നിട്ടുണ്ടെങ്കിൽ 180 മൈനസ് 8 ചെയ്യുമ്പോൾ 100 കിട്ടും. 100നെ നമുക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 50 ഡിഗ്രി കിട്ടും. അപ്പോൾ 2 ആംഗിൾ 50 ഡിഗ്രിയും മൂന്നാമത്തെ ആംഗിൾ 80 ഡിഗ്രിയുമാണ്. യൂസിങ് 65 is equal to 8 square plus 1 square, right? 130 as a sum of 2 perfect squares. അപ്പോൾ 65നെ നമ്മൾ 8 square plus 1 square എന്ന് എഴുതി. 8 8s are 64 plus 1 square 1. അപ്പോൾ 64 + 1 65. അങ്ങനെ നമുക്ക് 65 കിട്ടി. ഇനി 130യുടെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 10 നമുക്ക് 10ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 100 കിട്ടും. 30യുടെ സ്ക്വയർ 30 എന്ന് പറഞ്ഞ ഒരു സ്ക്വയർ നമുക്കില്ല. 10 എടുക്കാൻ പറ്റില്ല. ഇനി നമുക്ക് അപ്പോൾ ഒന്ന് 11 എടുത്ത് നോക്കാം. 11ൻ്റെ സ്ക്വയർ 121 ആണ്. 121ൻ്റെ കൂടെ നമുക്ക് 9 ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 130 കിട്ടും. അപ്പോൾ 9ൻ്റെ സ്ക്വയർ റൂട്ട് 3 ആണ്. 3 സ്ക്വയർ ചെയ്താൽ 9 കിട്ടും. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 130 കിട്ടും. 130 കിട്ടും.
ഇനി അടുത്ത സെക്ഷൻ സി ഈച്ച് ക്വസ്റ്റ്യൻ സ്കോർ 3 മാർക്സ്. ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണുള്ളത്. 3 ചോദ്യങ്ങളും ഇതിനകത്തുണ്ട്. സീ ദ പാറ്റേൺ ഓഫ് ദീസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ്റെ പാറ്റേൺ ഒന്ന് നോക്കുക. 2 square minus 1 square is equal to 3. That is equal to 2 plus 1. 3 square minus 2 square is equal to 5. That is equal to 3 plus 2. 4 square minus 3 square is equal to 7. 4 plus 3. അങ്ങനെയാണെങ്കിൽ അടുത്ത 2 പാറ്റേൺ എഴുതാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് റൈറ്റ് ദ നെക്സ്റ്റ് 2 ഇക്വേഷൻസ്. അടുത്ത 2 പാറ്റേൺസ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 സ്ക്വയർ 4 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഏതാ വരിക? 5 വരും അല്ലേ? അപ്പോൾ 5ൻ്റെ സ്ക്വയർ മൈനസ് ആണ് എഴുതേണ്ടത്. മൈനസ് 5ൻ്റെ സ്ക്വയർ മൈനസ് 4ൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 plus 4 9 ആണ് ആൻസർ. ഇനി അടുത്തത് 6ൻ്റെ സ്ക്വയർ 5 കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 6 ആണ്. അപ്പോൾ 6ൻ്റെ സ്ക്വയർ പ്ലസ് മൈനസ് 5യുടെ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് 6 plus 5 11 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. അതാണ് 2 പാറ്റേൺസ് നമ്മൾ എഴുതിയിരിക്കുന്ന 2 പാറ്റേൺസ് അതാണ്. റൈറ്റ് ദ ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഓൾജിബ്ര. ഈ ഓൾജിബ്രയുടെ ജനറൽ പ്രിൻസിപ്പിൾ എഴുതാനാണ് പറഞ്ഞത്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. അതാണ് ജനറൽ പ്രിൻസിപ്പിൾ ആയിട്ടുള്ളത്. ജനറൽ ഫോർമുല അതാണ്. വാട്ട് ഈസ് 50 സ്ക്വയർ മൈനസ് 49 സ്ക്വയർ? 50 സ്ക്വയർ മൈനസ് 49 സ്ക്വയർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 50 പ്ലസ് 49 ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കിട്ടും. 50 പ്ലസ് 49 ഈ ഒരു ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ 99 ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് വൺ. Some natural numbers can be written as the difference of 2 perfect squares. For example, 8 is equal to 4 into 2 into 1, 3 square minus 1. അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. 3 square എന്ന് പറയുമ്പോൾ 9 minus 1 is equal to 8. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് 20 ആസ് ഡിഫറെൻറ്റ് ഓഫ് 2 squares ലൈക്ക് ദിസ്. ഇതിനകത്ത് 4 into 5 into 1 ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. 4 into 5 into 1 എന്ന് പറയുമ്പോൾ 5 plus 1 6 square minus 4 square that is equal to 36 minus 16 is equal to 20. അപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 4 കഴിഞ്ഞ് ഇനി 5 ആണ് വരേണ്ടത് നടുക്ക്. അപ്പോൾ 4 into 5 അതുകൊണ്ടാണ് ഞാൻ 5 എഴുതിയത് അവിടെ. ഇനി നെക്സ്റ്റ് ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ 5 ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് 6 ആണ്. 6 minus 4 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 6ൻ്റെ സ്ക്വയർ 36, 4ൻ്റെ സ്ക്വയർ 16 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടും. ഡിസ്ക്രൈബ് ദ മെത്തേഡ് ഓഫ് റൈറ്റിംഗ് എനി മൾട്ടിപ്പിൾ ഓഫ് 4 സ്റ്റാർട്ടിംഗ് വിത്ത് 8 ആസ് ദ ഡിഫറൻസ് ഓഫ് 2 സ്ക്വയർസ്. ഇനി മൾട്ടിപ്പിൾ ഓഫ് 4 ആണ് എടുക്കാൻ പറഞ്ഞത്. സ്റ്റാർട്ടിംഗ് വിത്ത് 8 ആയിരിക്കണം ആ നമ്പറിൻ്റെ സ്റ്റാർട്ടിങ്. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 4 എടുക്കുമ്പോൾ 84ഉം 88ഉം ആണ് നമുക്ക് കിട്ടുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് 8 കൊണ്ട് തുടങ്ങുന്ന 2 മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ 84ഉം 88ഉം ആണ്. ആദ്യം തന്നെ നമുക്ക് എ കാണാം. ലാർജർ ഫാക്ടർ മൈനസ് സ്മോളർ ഫാക്ടർ ഡിവൈഡ് ബൈ 2. ബി കാണുമ്പോൾ ലാർജർ ഫാക്ടർ പ്ലസ് സ്മോളർ ഫാക്ടർ ബൈ 2. അപ്പോൾ 84ൻ്റെ ലാർജർ ഫാക്ടറും സ്മോളർ ഫാക്ടറും കാണണമെങ്കിൽ 84 കിട്ടാൻ വേണ്ടി ഏതൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം? 14ഉം 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 84 കിട്ടും. ഇപ്പോൾ 14 പ്ലസ് 6 ഡിവൈഡ് ബൈ 2 ആണ് ആദ്യം ചെയ്യേണ്ടത്. 14 പ്ലസ് 6 20 ഡിവൈഡ് ബൈ 2 10 കിട്ടും. അടുത്തത് ചെയ്യേണ്ടത് ലാർജ് ഫാക്ടർ പ്ലസ് മൈനസ് സ്മോൾ ഫാക്ടർ. 14 മൈനസ് 6 ബൈ 2. 14 മൈനസ് 6 8 ബൈ 2 എന്ന് പറയുമ്പോൾ 4 കിട്ടും. അപ്പോൾ 10 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? 100 മൈനസ് 4 സ്ക്വയർ 16. അപ്പോൾ നമുക്ക് 84 കിട്ടും. ഇനി അടുത്തത് 88 ആണ് കിട്ടുന്നത്. 88നെ 22 into 4 ആണ് ചെയ്യുമ്പോൾ 88 കിട്ടും. അപ്പോൾ 22 പ്ലസ് 4 ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 13 ആണ് കിട്ടുന്നത്. 22 മൈനസ് 4 ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടും. അപ്പോൾ 13 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ ചെയ്യുമ്പോൾ 88 കിട്ടും. ഇനി അടുത്ത ചോദ്യം. സം ഓഫ് ഔട്ടർ ആംഗിൾ ഓഫ് എ പോളിഗൺ ഈസ് ഹാഫ് ദ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ. ഹൗ മെനി സൈഡ്സ് ഡസ് ദിസ് പോളിഗൺ ഹാവ്? അപ്പോൾ ഒരു ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഔട്ടർ ആംഗിൾ ഓഫ് ദ പോളിഗൺ ഇന്നർ ആംഗിളിൻ്റെ പകുതിയാണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ സം ഓഫ് ഔട്ടർ ആംഗിൾ ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. സം ഓഫ് ഇന്നർ ആംഗിൾ ഇസ് ഈക്വൽ ടു n-2 into 80 ആണ്. അവ കണ്ടീഷൻ എന്താണ്? n-2 into 8 ഇസ് ഈക്വൽ ടു 1/2 ഓഫ് 360. n-2 എന്ന് പറഞ്ഞാൽ ഇന്നർ ആംഗിൾ
ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ മറ്റേ ഇന്നർ ആംഗിളിൻ്റെ പകുതിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ n-2 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 3 - 2 ഇൻറ്റു 180. അതിന് മുന്നേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എത്ര സൈഡ് ഉണ്ടാവുമെന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ n-2 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് 360 അല്ലേ. ഹാഫ് ഓഫ് 360 എന്ന് പറയുമ്പോൾ 360യുടെ പകുതി 180 ആണ്. അപ്പോൾ n-2 ഈസ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ 180. ഇപ്പുറത്തെ 180നെ ഈക്വൽ കൂടെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനായി മാറും. n-2 ഈസ് ഈക്വൽ ടു 180 ഒരു പ്രാവശ്യം പോകും. n ഈസ് ഈക്വൽ ടു 1 + 2 ആകും. ഈ -2 ഈക്വലിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ +2, അപ്പോൾ 3. 3 സൈഡാണ് നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത്. ഈ 3 സൈഡിൽ നിന്ന് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ആംഗിളാണ്. ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കണം. ഇന്നീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്യണം. n-2 ഇൻറ്റു 180. n എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 - 2 ഇൻറ്റു 180. 3 - 2 1 ആണ്. 1 ഇൻറ്റു 180/3. 3 സൈഡ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ 60 ഡിഗ്രിയാണ് ഒരു സൈഡ് കിട്ടുന്നത്. ഹൗ മച്ച് ഈസ് ഈച്ച് ഔട്ടർ ആംഗിൾ ഓഫ് എ പോളിഗൺ വിത്ത് നമ്പർ ഓഫ് സൈഡ് 1 ലെസ് ദാൻ ദിസ്. ഇനി ഈ 3 സൈഡാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പോളിഗൺ. ഈ പോളിഗണിനേക്കാളും ഒരു സൈഡ് കുറവുള്ള പോളിഗണിന് എത്ര ആയിരിക്കും ഔട്ടർ ആംഗിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3 - 1 ചെയ്യുമ്പോൾ നമുക്ക് 2 ആണ് കിട്ടുന്നത്. ഈ 2ന് നമുക്ക് ഒരു പോളിഗൺ വരയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഈസ് 9/9 1/9. അപ്പോൾ ഒരു നമ്പറും ആ നമ്പറിൻ്റെ റെസിപ്രോക്കലും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു നമ്പറും ആ നമ്പറിൻ്റെ റെസിപ്രോക്കലിൻ്റെയും സ്ക്വയറുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 9 1/9 കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ x + 1/x ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 1/9. ഈ 9 1/9 നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 82/9 ആണ് കിട്ടുന്നത്. വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് ദിസ് നമ്പർ? ഈ നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ x + 1/x ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു x² + 2x ഇൻറ്റു 1/x + 1/x ഹോൾ സ്ക്വയർ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ആൻസർ കിട്ടുന്നത് 82/9 നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 64/9 ആണ് കിട്ടുക. ഇതിന് ആൻസർ 64/9 ആണ് കിട്ടുക. ഇനി വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് ദ ഡിഫറൻസ് ഓഫ് ദിസ് നമ്പർ? ഈ നമ്പറുകൾ തമ്മിൽ ഇനി ഡിഫറൻസ് മൈനസ് ചെയ്താൽ എത്ര ആയിരിക്കും ആൻസർ കിട്ടുക? ഈ നമ്പർ തമ്മിൽ മൈനസ് ചെയ്താൽ ഈ x² - 1/x ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -2 ആണ് ആൻസർ കിട്ടുക. എ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈക്വൽ പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് പാരലലോഗ്രാം. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈക്വൽ ആണെങ്കിൽ അത് പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രൂഫ് നമ്മുടെ ടെക്സ്റ്റിൽ ഉണ്ടാകും, നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് ഞാൻ ഒന്നുകൊണ്ട് എഴുതുന്നില്ല. അടുത്ത പ്രൂഫും നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും, പഠിച്ചിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പ്രൂഫ് എഴുതുന്നില്ല. ആംഗിൾ ACB 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പ്രൂഫ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, അതുകൊണ്ട് ഞാനത് എഴുതുന്നില്ല, ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്. ദ പിക്ചർ ഷോസ് എ സ്ക്വയർ ഫോംഡ് ബൈ 9 ഡേറ്റ്സ് ഓഫ് എ മന്ത് ഇൻ എ കലണ്ടർ. ഡിഫറൻസ് ഓഫ് ദ ഡയഗണൽ പ്രോഡക്ട്സ് ഈസ് 28. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിലെ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഡയഗണൽസ് തമ്മിലുള്ള പ്രോഡക്റ്റ് മൈനസ് ചെയ്യുമ്പോൾ, അതായത് 2 × 18 4 × 6 മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 28 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ വൈ ദ ഡിഫറൻസ് ഓഫ് ഡയഗണൽ പ്രോഡക്റ്റ് ഈസ് 28 ഫോർ സച്ച് സ്ക്വയർ ഓഫ് 9. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ക്വയറിനകത്ത് 9 ഉള്ള സ്ക്വയറിനകത്ത് 3 × 3 സ്ക്വയർ, ഈ സ്ക്വയർ 3 × 3 അല്ലേ, 3 റോയും 3 കോളവും ഉണ്ട്. അങ്ങനത്തെ സ്ക്വയറിനകത്ത് 28 കിട്ടാൻ കാരണം എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ഇപ്പുറത്ത് ഞാൻ എഴുതിയിട്ടുള്ളത് a + 1 a + 2 അതാണ് കോമൺ ഫോർമുല ഈ
ഇതിനകത്തുള്ള കോമൺ ഫോർമുല. രണ്ടാമത്തെ റോയിൽ വന്നിട്ട് A+7 A+8 A+9 ആണ് അടുത്ത ഫോർമുല. അടുത്തതിനകത്ത് വന്നിട്ട് A+14 A+15 A+16 ആണ് കോമൺ ഫോർമുല. അപ്പോൾ ഇതിൽ A² + 16A - A² + 16A + 2 28 -28 ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇതാണ് ഇതിൻ്റെ കോമൺ ഫോർമുലയായിട്ട് വരുന്നത്. ഇതിൻ്റെ ഡയഗണൽസ് നമ്മളെടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് അത് തമ്മിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 28 ആണ് കിട്ടുന്നത്. എന്താ കാര്യമെന്ന് അറിയാമോ? നടുക്കുള്ള സംഭവം അങ്ങോട്ട് ക്യാൻസലായി പോകും. ഒരെണ്ണം -16Aയും ഒരെണ്ണം +16Aയുമാണ്. അപ്പോൾ അത് രണ്ടും ക്യാൻസലായി പോകും. പിന്നെ A² ഒരെണ്ണം പ്ലസും ഒരെണ്ണം -A² ആണ്. അപ്പോൾ അതും ക്യാൻസലായി പോകും. ബാക്കി നമുക്ക് വരുന്നത് 28 ആണ്. അതുകൊണ്ടാണ് നമുക്ക് 28 ആൻസർ കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 15 15 24. 15 15 24 ഉള്ളൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ABC ആണ് ട്രയാങ്കിളിൻ്റെ സൈഡ് തന്നിട്ടുള്ളത്. ഇപ്പോൾ S = A + B + C/2 അതിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 27 കിട്ടും. അപ്പോൾ ഏരിയ = √S × S - A S - B S - C എന്നുള്ള ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. നമുക്ക് 108 cm² ആണ് ഇതിനകത്ത് ആൻസർ കിട്ടുന്നത്. ഇനി രണ്ടാമത്തത്, ഇൻ ദ പിക്ചർ P and Q are the midpoints of side AB CD of the parallelogram ABCD. Prove that APCQ is parallelogram. ഇതിനകത്ത് നമുക്ക് ആ മിഡ് പോയിന്റിൽ നിന്ന് രണ്ട് ലൈൻസ്, ഒരു ലൈൻ ഈ ഡയഗണലിൻ്റെ സെൻറ്റർ പോയിന്റിലേക്ക് വരച്ചിട്ടുണ്ട്. ഈ AB എന്ന് പറഞ്ഞ DAP എന്ന് പറഞ്ഞ ആ ആംഗിൾ എയുടെ മിഡിലേക്ക് വരച്ചിട്ടുണ്ട്. ഈ ABയുടെ സെൻറ്റർ പോയിന്റ് ആംഗിൾ സിയിലേക്ക് വരച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നടുക്കുള്ള ആംഗിൾ പാരലോഗ്രാം ആണെന്ന്, ആ ഒരു ഫിഗർ പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഗിവൺ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? P is a midpoint of AB എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ AP = AB/2. AB-നെ AB സൈഡിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് AP കിട്ടുന്നത്. Q is the midpoint of DC. DCയുടെ മിഡ് പോയിന്റ് Q ആണ്. ഇപ്പോൾ QC എന്ന് പറയുന്നത് DC/2 ആണ്. കമ്പയർ ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ പാരലോഗ്രാം. ഈ പാരലോഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് കമ്പയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ AC = DC എന്ന് കിട്ടും. AC DCക്ക് ഈക്വൽ ആണെന്ന് കിട്ടും. അത് നമുക്ക് പാരലോഗ്രാത്തിൻ്റെ സൈഡാണ്. അപ്പോൾ AB = AP + BP എന്ന് എഴുതാം. DC = DQ + QC എന്ന് എഴുതാം. ഇതിനകത്ത് AP കാണണമെങ്കിൽ AB - PP ചെയ്യണം. QC കാണണമെങ്കിൽ DC - DQ ചെയ്യണം. കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഈക്വൽ. പാരലോഗ്രത്തിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി AQയും CPയും ഈക്വലാണ്. കാരണം എന്താണ്? ജോയിനിങ് മിഡ് പോയിന്റ്സ് ഓഫ് പാരലോഗ്രാം. നമുക്കത് ഓൾറെഡി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഡയഗണലാണ്. ആ ഡയഗണൽ ആ മിഡ് പോയിന്റ് ആംഗിളിൻ്റെ മിഡ് പോയിന്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ AP = CP ഒരു APCQ ഒരു പാരലോഗ്രാമാണ്. നമ്മൾ സൈഡെല്ലാം ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തത്. ഡ്രോ എ റെഗുലർ ഹെക്സഗൺ ഓഫ് സൈഡ് 4 cm. ഒരു റെഗുലർ ഹെക്സഗൺ വരക്കാനാണ് അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി ഓർ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതും ഡ്രോ എ ഹെക്സഗൺ ഓഫ് ഓൾ സൈഡ് 3 cm. 3 cm ഒരു ഹെക്സഗൺ വരക്കാൻ. ബട്ട് നോട്ട് ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. ഈ ഈക്വൽ ആംഗിൾസ് അല്ല. മറ്റേതിനകത്ത് റെഗുലർ ഹെക്സഗനും ഇതിനകത്തും ഹെക്സഗൺ ഓഫ് 3 cm റെഗുലർ ഹെക്സഗൺ അല്ല. 16ാമത്തെ ചോദ്യം, ദ ഗ്രിഡ് ഷോസ് സം ഓഫ് ദ നമ്പേഴ്സ് ഇൻ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ദി സ്ക്വയർ ഓഫ് എ 2-digit നമ്പർ. റൈറ്റ് ദ മിസ്സിംഗ് നമ്പർ ഇൻഡിക്കേറ്റഡ് ബൈ ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ മാർക്കിലുള്ള നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം 900ൻ്റെ സ്ക്വയർ റൂട്ട് 30 ആയിരിക്കും. 30 × 30 ആണ് 900 വരുന്നത്. 16ൻ്റെ സ്ക്വയർ റൂട്ട് 4 ആയിരിക്കും. 4 × 4 16 വരും. അപ്പോൾ 30 + 4 34. 34ൻ്റെ 34ൻ്റെ സ്ക്വയർ ആയിരിക്കും നമ്മളിങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവണത്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1156 ആണ് ആൻസർ. അപ്പോൾ അത് ഞാൻ എഴുതിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.